കൊച്ചിയിലേക്ക് വരികയാണ്. മുഹ്സിന അസു അവിടെ നിന്ന് റെഡിയാണ്. മുഹ്സിന, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനം, ഈ കളമശ്ശേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനം പൂർണ്ണമായും തടയാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ആരോഗ്യവകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. അതിൻ്റെ പുരോഗതി എന്താണ് എന്ന് ആദ്യം അറിയണം. ഒപ്പം ഈ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട തർക്കം, അതിപ്പോൾ ആ തർക്കം തീർക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, അതിനകത്ത് ഇന്ന് എന്തെല്ലാം നടക്കാനുണ്ട് എന്നത് മറ്റൊരു സംഗതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ വലിയ തോതിൽ, കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ലഹരി വസ്തുക്കൾ വ്യാപകമായി പിടികൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പുതുവത്സരാഘോഷത്തിന് വേണ്ടി എത്തിക്കുന്നതാണ് എന്ന് പിടിയിലായവർ തന്നെ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി വിൽപ്പന കൊച്ചി സിറ്റി പോലീസിൻ്റെ വ്യാപക പരിശോധന കൊച്ചിയിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാകുന്നു. അപ്പോൾ ഇത്തരം സംഗതികളിലെല്ലാം എന്തെല്ലാം ഇന്ന് നടക്കാനുണ്ടെന്നതിൻ്റെ ഒരു സമഗ്ര വിവരങ്ങൾ മുഹ്സിന. വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രധാന വാർത്ത കളമശ്ശേരി മഞ്ഞപ്പിത്ത വ്യാപനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് പൂർണ്ണമായും അത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും പലയിടത്തും ഇത് ഒരു വ്യാപനം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യ വകുപ്പ് വിവിധ സ്വകാര്യ ആശുപത്രികളും മറ്റുമൊക്കെ ആയി ചേർന്ന് പല ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമായും ബിലുറുബിൻ പരിശോധനയിൽ 7 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 14 പേരുടെ ആയിരുന്നു ഏറ്റവും ഒടുവിൽ പരിശോധനാ ഫലം വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 7 പേർക്കാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകളുടെ ബന്ധുക്കളാണ് ഈ കൂടുതലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ആളുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ കിണർ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാപനം ഉണ്ടായതെന്ന് ഒരു സ്ഥിരീകരണം വന്നതിന് ഉറവിടം ഇത്തരത്തിൽ കിണർ വെള്ളം മലിനമായതാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇനി ഏത് കിണറുകളിലാണ് ഇത്തരത്തിൽ വ്യാപനം ഉണ്ടാക്കിയെന്ന കാര്യത്തിലാണ് ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകാതിരുന്നത്. ഒരു സംശയം നേരത്തെ പറഞ്ഞിരുന്നു. പ്രദേശത്തൊരു ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിരുന്നു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച വെള്ളത്തിൽ ഇത്തരത്തിൽ രോഗാണു ഉണ്ടായിരിക്കാം. കാരണം പലർക്കും ഇതിൽ പങ്കെടുത്ത പലർക്കും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു സംശയത്തിന് ഇടവന്നത്. പക്ഷേ അതിനുപരി മറ്റിടങ്ങളിലുള്ള ആളുകൾക്കും എങ്ങനെയാണ് അപ്പോൾ മഞ്ഞപ്പിത്തം വന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്. എന്താണെങ്കിലും പലയിടങ്ങളിലുള്ള മാലിന്യ കൂമ്പാരങ്ങളും അതുപോലെ തന്നെ പല തരത്തിൽ നിന്ന് എത്തുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ ഈ വെള്ളത്തിൽ, കിണർ വെള്ളത്തിൽ ഉൾപ്പെടെ കലരുന്നുണ്ട് എന്നുള്ള ആരോപണം പ്രദേശവാസികൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്താണെങ്കിലും ഇന്നും വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾക്ക് പരിശോധന തുടരും. പ്രധാനമായും ഇപ്പോൾ രോഗബാധിതരായ ആളുകളുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പ്രദേശവാസികളിൽ 10, 12, 13 വാർഡുകളാണ് കൂടുതൽ വ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 45-ൽ അധികം കേസുകളാണ് ആക്റ്റീവായി ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈഫുദ്ദീൻ അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിവാദമുണ്ടായതാണ് പാപ്പാഞ്ഞി കത്തിക്കലുമായി ഒരു സംഭവം. അതായത് പ്രധാനമായും പാപ്പാഞ്ഞിയുടെ രൂപം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകും. പിന്നീട് ആ മുഖഛായൊക്കെ മാറ്റേണ്ടി വന്നിട്ടാണ് ഈ പാപ്പാഞ്ഞിയൊക്കെ കത്തിച്ചത്. ഇത്തവണ വീണ്ടും ഈ പാപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം തന്നെയാണ് ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സാധാരണ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് കുറ്റൻ പാപ്പാഞ്ഞി ഉണ്ടാക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യാറ്. കഴിഞ്ഞ തവണയും ഒന്നിലധികം പാപ്പാഞ്ഞികൾ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം കൂറ്റൻ പാപ്പാഞ്ഞി കത്തിക്കുമ്പോൾ സ്വാഭാവികമായി വലിയ രീതിയിലുള്ള പുകയാണ് പ്രദേശത്ത് ഉയരുക. മാത്രമല്ല, ഇത് കാണാൻ നിരവധിയായ ആയിരങ്ങളടക്കം അവിടെ ഒഴുകിയെത്തുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ രണ്ടാമതൊരു പാപ്പാഞ്ഞി കൂടി ഉണ്ടാക്കി, അത് ഫോർട്ട് കൊച്ചി വെളിയിലാണ് അവിടെ ഉണ്ടാക്കിയ 50 അടി നീളത്തിലുള്ള പാപ്പാഞ്ഞിയാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടിടത്ത് പാപ്പാഞ്ഞി കത്തിക്കുമ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഈ പുക ഉയരുകയും അത് പല രീതിയിൽ നിരവധിയായ ആളുകൾ എത്തുമ്പോൾ അത് ശ്വാസതടസ്സവും അതുപോലെ തന്നെ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിനെ സംബന്ധിച്ച് ക്രമസമാധാനം അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇതുമായി വെളിയിലെ സംഘാടകരുള്ളത്. അത് ഇനി എന്താണ് പോലീസിൻ്റെ തുടർ നടപടികൾ എന്നുള്ള കാര്യം തന്നെയാണ് ഇനി നമുക്ക് വരുന്ന മണിക്കൂറിൽ അറിയേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതുവത്സര ആഘോഷങ്ങളും അതുപോലെ ക്രിസ്മസിൻ്റെ ഒക്കെ ഇതൊക്കെ ഭാഗമായി പല രീതിയിൽ ലഹരി, അത് സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഒട്ടാകെ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൊച്ചി സിറ്റി പ്രത്യേകിച്ച് പല ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 60 കേന്ദ്രങ്ങളിലാണ് കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പരിശോധന നടത്തിയത്. പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ
പിടികൂടുകയും ചിലരെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തുടരുമെന്ന് തന്നെയാണ്. അത് പോലീസിന് പുറമെ ഈ പോലീസിൻ്റെ തന്നെ ഡാൻസ് ഓഫ്, അതുപോലെ തന്നെ എക്സൈസ്, അങ്ങനെ വലിയ രീതിയിലുള്ള സംയുക്തമായ പരിശോധനകൾ തന്നെയാകും വലിയ രീതിയിൽ തുടരുക. ശരി, മുഹ്സിന ആസു ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.